ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഞാനൊരു 6:15 ആയപ്പോൾ അലാറം ഇട്ട് എഴുന്നേറ്റു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അപ്പോഴേക്കും കുഞ്ഞാവ് ചാടി എഴുന്നേറ്റു. പിന്നെ അവളെ ഫീഡ് ചെയ്ത് ഉറക്കി. നിങ്ങൾ എൻ്റെ ലുക്ക് കണ്ടിട്ട് ഒന്നും തോന്നരുത് ഗൈസ്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് നടക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, മുടിയൊക്കെ പിന്നുന്നത് രാത്രിയിൽ ഞാൻ പിന്നിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുടിയാണെങ്കിൽ എന്താ പറയുക, ഉടക്ക് പിടിക്കും. ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ ഞാൻ കടല അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. എൻ്റെ ഇൻട്രോ അല്ല, അപ്പോൾ ലേറ്റാവും. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും കടലക്കറിയാണ്. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് നല്ലതായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള ആട്ടയും കുഴയ്ക്കുന്നുണ്ട്. സെബിനാച്ചൻ ഓഫീസിൽ ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. തുണി എടുക്കണം, പിന്നെ കൊണ്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാല് മേടിക്കാൻ പോകണം. അപ്പോൾ തുണി എടുക്കട്ടെ, കൊണ്ട് വിരിക്കട്ടെ. നമ്മൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വേണം എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല ഗൈസ്. വൈകിട്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ കൊണ്ട് വിരിച്ചായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബക്കറ്റ് തുണി മാത്രം കാണുന്നത്. അല്ലെങ്കിൽ 2-3 ബക്കറ്റ് തുണിയെങ്കിലും നിങ്ങൾ കണ്ടേനെ. അങ്ങനെ അവിടെ കിടന്ന തുണിയെല്ലാം നല്ലതുപോലെ ഉണങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ ബക്കറ്റിലെ തുണി ഞാൻ വിരിക്കുന്നത്. അപ്പോൾ പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. നല്ലൊരു AC-യിൽ നിന്നൊരു ഫീലായിരുന്നു. ഇപ്പം ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതൊക്കെ ഓടയാണ്. ഓടയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ വാരി കിടക്കുകയാണ്. ഇന്ന് സ്കൂൾ ഡേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു സ്കൂളും ഉണ്ട്, അതുകൊണ്ടാണ് തിരക്ക് ഒത്തിരി ഉള്ളത്. പിന്നെ ഞാൻ പാലും തൈരും ഒക്കെ മേടിച്ചു. ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മഞ്ഞ ബോർഡറുള്ള ഈ കുഞ്ഞൊരു കടയിൽ, ആ കടയിലായിരുന്നു ഞങ്ങൾ മുമ്പ് പാല് മേടിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്തായിരുന്നു. ഇപ്പോൾ അവർ വിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഇനി ചായ ഇടണം. ഇഞ്ചി ചായയാണ് ഇടുന്നത്. ഇന്ന് രാവിലെ നേരത്തെ വിളിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചായയൊക്കെ കൊടുത്ത് വിളിച്ചിട്ട് വരാം. അങ്ങനെ അച്ഛന് ചായയൊക്കെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഊഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. നല്ല ഇഞ്ചി ചായ. ബാംഗ്ലൂരിലെ കാലാവസ്ഥ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. നല്ല തണുത്ത ഫ്രീസറിലെ വെള്ളം ഉണ്ടല്ലോ, അതേപോലത്തെ തണുപ്പാണ് വെള്ളത്തിലൊക്കെ. അപ്പം രാവിലെ ഞങ്ങൾ കുടിക്കുവാണെങ്കിൽ, ഞാൻ വൈകിട്ടൊക്കെ കുടിക്കത്തുള്ളൂ, സെബിനാച്ചൻ രാവിലെയാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട്, ഈ കുക്കറിൻ്റെ സൗണ്ട് എല്ലാം കൊണ്ടും എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ജനൽ തുറക്കുക എന്നുള്ളത്. ഫ്രണ്ടിലത്തെ ജനൽ അങ്ങനെ തുറക്കത്തില്ല, കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ആളുകൾ പോവും, പിന്നെ വണ്ടികൾ പോവും, പിന്നെ അവിടെ ഈ ബിൽഡിങ്ങൊക്കെ പണിയുന്നതുകൊണ്ട് ഭയങ്കര പൊടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ജനൽ ഫ്രണ്ടിലത്തെ തുറക്കത്തില്ല. ചിലപ്പോൾ ഞാൻ തുടക്കുകയോ തൂക്കുകയോ വല്ലതൊക്കെ ചെയ്യുവാണെങ്കിലോ മാത്രം 2-3 ജനൽ തുറക്കും, അല്ലാതെ തുറക്കത്തില്ല. അപ്പോൾ ഇവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ജനലൊക്കെ തുറക്കുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ഷീറ്റ് കഴുകിയിട്ടേക്കാണ്. ഇത് നമ്മുടെ ബാക്ക് സൈഡ്. ഞാൻ ഇന്ന് തുണി ഇടാൻ പോയില്ല, അതാണ്. പിന്നീടുള്ള കലാപരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ചപ്പാത്തിയാക്കി. സെബിനാച്ചിന് കൊണ്ടുവന്ന 4 ചപ്പാത്തി മതി. ബാക്കിയുള്ള ആട്ട ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ കടലക്കറി റെഡിയായി. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ തൂകി. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ദോശ ചുടുകയാണ്. നല്ല നൈസ് ദോശ, നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ദോശ. പിന്നെ കൂടെ കുഞ്ഞൂനും ദോശയാക്കുന്നുണ്ട്. അവൾക്കെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നെങ്കിൽ അവൾക്ക് കുറച്ച് ഗീയൊക്കെ ഒഴിക്കുന്ന ദോശ. അപ്പോഴേക്ക് സെബിനാച്ച റെഡിയായി വന്നു. അങ്ങനെ ഞാൻ 2 ദോശയൊക്കെ എടുത്തു. 2-3 ദോശയൊക്കെ ഞാൻ കഴിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ സെബിനാച്ചൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞുനും അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ദോശയും കടലക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛന് പോകാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് നേരം വെളിയിലൊക്കെ വന്ന് നിന്നു. അങ്ങനെ അച്ഛൻ പോയി. കുഞ്ഞുവാവയ്ക്കും ദോശയാണ് കൊടുത്തത്. അപ്പോൾ അവളും കഴിച്ചു. അപ്പം ഇനി അവൾക്ക് എന്താ ചെയ്യണം? കുഞ്ഞുവാവയും അമ്മയും കൂടി കളിക്കും. അയ്യോ, അങ്ങനെ അവളിപ്പം നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകിൽ നടന്ന് പതുക്കെ ഇങ്ങനെ പിച്ച വെച്ച് വരത്തില്ലേ, അതേപോലെ പിച്ച വെച്ച് എൻ്റെ കുഞ്ഞാവ് അമ്മയുടെ കൂടെ വരും. ഷോർട്സ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷോർട്സ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക,
സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.